ഹലോ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഈശ ബേബി സിനിമയ്ക്ക് പോവാണേ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്നൊന്നും പോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ വാവ ഒന്ന് വലുതാവട്ടെ, കുറച്ചൊന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താണേ. എന്നിട്ട് ഇപ്പോഴാണ് പോണത്. പിന്നെ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ മൂവി കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഹൃദയപൂർവ്വം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ആദ്യം ഞങ്ങൾ ഫുഡ് കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ. ഞാൻ പാസ്തയാണ് കഴിച്ചത്, ഏട്ടൻ ബർഗറും കഴിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈശ ബേബിക്ക് വെറും 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഫ്ലൈറ്റ് കയറുമ്പോൾ ഭാവിക്ക് ചെവി വേദനയാവോ, പ്രഷർ വേരിയേഷൻ വരുന്നതുകൊണ്ട് ലാൻഡിങ്ങിൻ്റെയും ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ ചെവി വേദന എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഇയർ മഫിനെ പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ ഇയർ മഫ് വെക്കുകയാണെങ്കിൽ വാവ ഒരു വിധത്തിലുള്ള പ്രഷർ വേരിയേഷനും അറിയില്ല, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഇത് വെച്ചിട്ടാട്ടോ വന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെവിയിൽ കാറ്റടിക്കാണ്ടിരിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ സിനിമ കാണാൻ പോയപ്പോഴും ഞാനിത് കൊണ്ടുപോയായിരുന്നു കേട്ടോ. കാരണം ഇത് വെക്കുമ്പോൾ നോയ്സ് റിഡക്ഷൻ നന്നായിട്ടുണ്ട്, ഒരുപാട് നോയ്സ് ഒന്നും വാവ കേൾക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്കൊരു തലവേദന വന്നു. അപ്പോൾ ഒരു ചായ വാങ്ങി കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത ടൈം നോക്കിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം എല്ലാവരും ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ ഇവളെങ്ങാനും കരഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അത് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഷോർട്ട് ടൈം നോക്കി ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമായിട്ടാണ് ഞങ്ങൾ പോയത്. വേറൊരു കപ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ത്രൂ ഔട്ട് മൂവി കണ്ടു. ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇയർ മഫ് വെച്ച് ആൾ ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്താട്ടോ ഇരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഉറക്കമായി. പിന്നെ ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ മൂവിയൊക്കെ എൻജോയ് ചെയ്തു. ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി, നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഇയർ മഫിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും പാരൻസിന് യൂസ് ആവുകയാണെങ്കിൽ യൂസ് ആവട്ടെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.